ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എക്സ്പേർട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് മണി ട്രേഡിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പേർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാമെന്നുമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിനും കുട്ടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് അത് ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇതിനകത്ത് എങ്ങനെ ക്യാഷ് നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഡെമോ അക്കൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡെമോ അക്കൗണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഇടാൻ പാടില്ല. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെമോ അക്കൗണ്ടിലേക്കുള്ള ആക്സസ് നമുക്ക് നഷ്ടപ്പെടും. സോ പിന്നെ നമുക്ക് നമ്മുടെ റിയൽ അക്കൗണ്ട് യൂസ് ചെയ്ത് മാത്രമേ ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ക്യാഷ് ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, നമുക്ക് ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ ഈ ആപ്ലിക്കേഷൻ റീഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷനിലെ ഡെമോ അക്കൗണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ റിയൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർ നൽകുന്ന ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്ത് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ റിയൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് 100% ഉറപ്പാണ്. ഇത് ഞാൻ നൽകുന്ന ഗ്യാരണ്ടിയാണ്. കാരണം നിങ്ങളിത് അറിയാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ഉറപ്പായിട്ട് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഡെമോ അക്കൗണ്ടിനകത്ത് ട്രേഡ് ചെയ്ത് പഠിച്ച് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ റിയൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനകത്ത് എക്സ്പേർട്ട് ഓപ്ഷൻ എന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ താഴെ കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ലോഗിൻ എന്നാണ് 2 ഓപ്ഷൻസ് അവിടെ താഴെ കാണാൻ പറ്റും. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ഒരു പാസ്വേഡും അവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. നിങ്ങൾ ഇതിനകത്ത് അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കിയതിന് ശേഷം ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളൊരു അസറ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ അസറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് നിങ്ങളുടെ മുമ്പിലേക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഈ ഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണോ അത് കുറയുകയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഈ വാല്യൂവിലേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രാഫിലേക്ക് നോക്കിയതിന് ശേഷം ഈ അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണോ അതോ കുറയുകയാണെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം. ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമുക്കിവിടെ ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമുക്കിവിടെ ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ഗ്രാഫിലേക്ക് നോക്കിയതിന് ശേഷം ഈ അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണോ കുറയുകയാണോ എന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വാല്യൂ കൂടുകയാണെങ്കിൽ ആ പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അത് കുറയുകയാണെങ്കിൽ ചുവന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതായത് പച്ച ബട്ടൺ മുകളിലേക്കും ചുവന്ന ബട്ടൺ താഴേക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അല്ല തെറ്റാണെങ്കിൽ നമ്മൾ ആ ക്യാഷ് നമ്മൾ എത്രയാണോ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത ക്യാഷ് അത്രയും ക്യാഷ് നമുക്ക് അവിടെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ ആദ്യം ഡെമോ അക്കൗണ്ടിനകത്ത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ റിയൽ അക്കൗണ്ടിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു ആപ്പിനകത്ത് നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഈ അസറ്റിൻ്റെ വാല്യൂ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്കിവിടെ സാധിക്കുന്നതാണ്. ഇതിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് നഷ്ടം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സഹായത്തോടെ. ഇതിലുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്.